വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയിപ്പോഴേ എന്താണെന്നറിയില്ല വിശപ്പിന്റെ വിളി വല്ലാണ്ട് ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ട്. അപ്പം എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അമ്മ അച്ഛനും പണി മാറ്റി വരാറോ ഉണ്ടല്ലോ. പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ ആട്ടപ്പൊടി കണ്ടു. അപ്പം എന്തായാലും ഒരു ഭൂരി കഴിക്കാൻ ഒരു ആഗ്രഹം. അപ്പം എന്തായാലും ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചൂടുവെള്ളത്തിൽ പൊടി ഒഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വെച്ചുട്ടാ. പിന്നെ ഉരുളൻകിഴങ്ങും സബോള എടുത്തിട്ട് ഒരു ചെറിയൊരു ബാജിക്കറി തട്ടിമുട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചുട്ടാ. അപ്പം അതിനുള്ള സംഭവങ്ങളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ഇഞ്ചിയും തക്കാളിയും തപ്പിയിട്ട് എവിടെയും കാണാനില്ല കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി അതിവിടെ കഴിഞ്ഞേക്കാന്ന്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ജല്ലയുടെ മുളന്ന് കിട്ടിയിട്ടാ. അപ്പം ഞാൻ എടുത്തു. പിന്നെ മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ട് കറി സെറ്റാക്കാൻ വെക്കാൻ കേട്ടോ. അപ്പോഴാണ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും 2 എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നേരെ ഞാൻ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇട്ടുട്ടാ. അമ്മ വന്നാൽ അങ്ങനെ നല്ല ചീത്ത കേൾക്കും. അതുകൊണ്ട് സ്പോട്ടിലേ ഞാൻ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നേരെ ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ വേണ്ടി നിന്നു. ആശീർവാദിന്റെ പൊടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ചപ്പാത്തി പ്രസ് ഇല്ല. ഞാൻ പിന്നെ ഇതേ പ്ലേറ്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പരത്താണ് കേട്ടോ. പ്ലേറ്റ് കൊണ്ട് പരത്തിയിട്ട് നടപടിയാവണ ലക്ഷണമില്ല കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തി പരത്തണ കോലൊക്കെ ആയിട്ട് ഇറങ്ങി. പിന്നെ ഭൂരി ആയതുകൊണ്ട് അധികം വലിപ്പം വെക്കണ്ടല്ലോ. അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ തട്ടിമുട്ടി അങ്ങനെ പരത്തി അങ്ങോട്ട് സെറ്റാക്കിയിട്ടാ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചീഞ്ചട്ടി വെച്ചു. അതിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് ചൂടാകാൻ വെച്ചു. അങ്ങനെ ആ ഒരു സമയം എന്ന് വെച്ചാൽ ചടപടയത് അത് രണ്ടും ചെയ്യണമല്ലോ. പരത്തും ചെയ്യണം, ചുടും ചെയ്യണം. അപ്പൊ ഞാൻ അങ്ങനെ ആകെ ഓടിപ്പടഞ്ഞ് നടക്കാൻ കേട്ടോ. ഭൂരി നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നു. പക്ഷെ ആകെ ഉണ്ടായൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണ അങ്ങോട്ട് ഭൂരിയിൽ അങ്ങോട്ട് പോണില്ല. ഭൂരിയിൽ ആകെ അങ്ങനെ വെളിച്ചെണ്ണ മയായിട്ട് നിൽക്കാട്ടോ. അത് കാരണം എനിക്കത് എന്തോ പോലെ. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് എൻ്റെ ആഗ്രഹത്തിനുള്ളത് ഒരു 2-3 എണ്ണം ഞാൻ ഭൂരി ഉണ്ടാക്കി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് നടപടി ആവില്ല, ഇതിൽ കുറച്ച് പണിയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ബാക്കി പരത്തി വെച്ചത് ഞാൻ ചപ്പാത്തിയായിട്ട് ചുട്ടെടുത്തുട്ടാ. ഇതും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല രസത്തിൽ വന്നുട്ടാ. ഭൂരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ആകെ കുതിർന്ന് നിൽക്കണത്. പിന്നെ അമ്മ വന്നപ്പോൾ ചോദിച്ചപ്പോഴേക്കും അമ്മ പണി മാറ്റി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ കുറച്ചെടുത്ത് ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ ഭൂരി നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നിറച്ചതിൽ എണ്ണ എന്താന്ന് എനിക്ക് അറിഞ്ഞോട്ടെ. ഞാൻ അത് കോരി എടുക്കണ കയ്യിലിൻ്റെ ആണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ എല്ലാതും കുറച്ച് ചപ്പാത്തിയും കുറച്ച് ഭൂരിയൊക്കെ ആയിട്ട് സെറ്റാക്കി. പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചു. അങ്ങനെ അമ്മ അപ്പുറത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പം ഞാനിത് കറിയും ഏതാണ്ടൊക്കെ സെറ്റായി അതിൽ പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വേഗം മാറ്റി വെച്ചു. എന്നിട്ട് വേണമെങ്കിൽ സമാധാനമായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ ഭൂരിയിൽ കണ്ടോ നിറച്ചിങ്ങനെ നന്നായി വെളിച്ചെണ്ണ അങ്ങനെ കുതിർന്ന് നിൽക്കുക. പിന്നെ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.